നമസ്കാരം. വാമനന് സിന്ദാബാദും മഹാബലിക്ക് മൂർദാബാദും വിളിക്കേണ്ടി വരുമോ? ഐതിഹ്യം തിരുത്തി പുതിയ ടീച്ചർമാർ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി ചക്രവർത്തി മലയാള നാട്ടിലെ തൻ്റെ പ്രജകളെ കാണാൻ വരുന്ന ദിനമാണ് തിരുവോണം എന്നായിരുന്നു ഇതുവരെ എല്ലാ ടീച്ചർമാരും നമ്മെ പഠിപ്പിച്ചത്. ഇപ്പോൾ പുതിയൊരു ടീച്ചറായ ശശികല ടീച്ചർ പറയുന്നു വാമന നമ്പൂതിരിയുടെ ജയന്തിയാണ് ഓണമെന്ന്. ശ്രാവണ മാസത്തിലെ തിരുവോണ ദിനം അസുര ചക്രവർത്തിയായ മഹാബലിയുടെ വരവല്ല, വാമന ജയന്തിയാണെന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കേന്ദ്ര പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത് ഷാജിയാണ് മലയാളികളുടെ ഈ ഓണ ഐതിഹ്യം തിരുത്താൻ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് കേന്ദ്ര പാർട്ടിയുടെ വാമന ജയന്തി ആശംസ മാത്രമേ ഉള്ളൂ. ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എൻ്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും. മായുംകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാവി എന്ന് വിളിച്ചത് ഞാനാ. ആള് ഭയങ്കര സൈസാണോ സ്രാങ്കേ? സൈസ് ആണോന്നാ? ഒരു 6.3.5 പൊക്കം, ഉരുക്ക് പോലത്തെ ശരീരം. അവന്റെ ഒരു കയ്യുമിറ്റക്കണ്ടല്ല, നിങ്ങളൊക്കെ കാല് പോലെ ഇരിക്കും. ഓണത്തപ്പ കുടവേറ എന്നൊക്കെ നമ്മൾ വിളിച്ചത് ഇതുവരെ മഹാബലിയെ ആണെങ്കിൽ ഇനി അത് വാമനമൂർത്തിയെ ആവണം. ഇപ്പോഴാണ് മനസ്സിലായത് മഹാബലി നമ്മയെല്ലാം കബളിപ്പിച്ച് ആൾമാറാട്ടം നടത്തുകയായിരുന്നു എന്ന്. ആഘോഷിക്കേണ്ടത് വാമനമൂർത്തിയുടെ ജയന്തിയാണ്. അമിത്ഷാ പറഞ്ഞത് കേട്ടില്ലേ, മഹാബലി ഇനിയെങ്കിലും ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണം. ഞാൻ മഹാപാപി, ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാകും, താങ്ങാനുള്ള കരുത്തുണ്ടാകണം. അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ കബളിപ്പിക്കേ, കള്ള പേര് പറഞ്ഞ് കള്ള വേഷം ധരിച്ച് ഞാൻ ചതിക്കുകയായിരുന്നു. ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലുകയായിരുന്നില്ലേ? സാമ്രാജ്യത്തിനെതിരെ കുഞ്ഞിക്കാൽ വെച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാമനമൂർത്തി എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. അമ്പമ്പോ, എങ്കിൽ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ഒരു കേന്ദ്ര പെൻഷൻ കൂടി വാമനമൂർത്തിക്ക് സംഘടിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുവരെ ആൾമാറാട്ടം നടത്തിയതിന് മഹാബലിക്കെതിരെ ഒരു പെറ്റി കേസെടുത്ത് വിട്ടേക്കണം. അടുത്ത തവണ മുതൽ കേരളത്തിലേക്ക് വരേണ്ട എന്ന് താക്കീത് കൂടി കൊടുത്തേക്കാം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്നവരെ എവിടെയാണ് അയക്കേണ്ടത് എന്ന് സുധീരൻ ജി പറയും. ചരിത്രത്തെ തന്നെ തമസ്കരിക്കാനും അവരുടേതായൊരു പുതിയ ചരിത്രം രൂപപ്പെടുത്താനുമാണ് സംഘപരിവാറും RSSും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാമൻ ഒരു സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കുഞ്ഞിക്കാല് വെച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരുപക്ഷെ നമുക്കൊക്കെ ഉള്ള പ്രേരണയായിട്ട് വാമനെ കാണാം. മഹാബലി മോശമല്ല, പക്ഷേ മഹാവിഷ്ണു മഹാബലി പോലും ആരാധിക്കുന്ന ശക്തിയാണ്. അപ്പം അതിനെ ഇകഴ്ത്താൻ ഓണം പ്രയോജനപ്പെടുത്തരുത്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. ഓണം എന്നത് വാമന ജയന്തി. മഹാബലിയിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വാമനൻ എന്നൊക്കെ പറയാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അവരുടെ സ്ഥാനം എവിടെയാണ് എന്ന് കൃത്യമായി നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് പരസ്യമായി ഈ സമയത്ത് പറയുന്നത് ഉചിതമല്ല. അവരൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അവർക്ക് പറ്റിയ സ്ഥലമുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ആലോചിച്ച് നോക്കണം. ഓണസങ്കല്പത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇനി മുഖ്യമന്ത്രി പിണറായി കൂടി ചേരാതിരിക്കേണ്ട കാര്യമില്ല. ഇതാ പിണറായിയുടെ ഓണസങ്കല്പം. സീതാറാം യെച്ചൂരി സഖാവ് പറഞ്ഞതുപോലെ
ദൈവത്തെ അല്ല അസുര രാജാവിനെ ആരാധിക്കുന്ന ഉത്സവമാണ് ഓണം. അതാണല്ലോ അമിത് ഷാജിയും ടീച്ചറും കൂടി തിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എല്ലാ ദിവസവും ദൈവങ്ങളെയാണ് വാഴ്ത്താറുള്ളത്. എന്നാൽ ഈ ഒരു ദിവസം മാത്രമാണ് ദൈവത്തെ വിട്ട് ദൈവം ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയ ഒരു അസുര ചക്രവർത്തിയെ നാം ആരാധിക്കുന്നു. ദൈവത്തിന് പകരം അസുരനെ ആരാധിക്കുന്ന മറ്റൊരു ദിവസം വിശ്വാസികളുടെ കലണ്ടറിൽ കാണാനേ കഴിയില്ല. അത് ഈ ഓണത്തിന് മാത്രം പ്രത്യേകമായി അവകാശപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ വാമന സങ്കല്പത്തിന് രാഷ്ട്രീയത്തിലും ചില മാനങ്ങൾ കണ്ടെത്താം. നിങ്ങൾ ഉത്തരേന്ത്യക്കാർക്ക് നമ്മുടെ മഹാബലിയെ അത്ര പിടിക്കില്ലായിരിക്കാം. നമുക്ക് ഓലക്കുടയും ചൂടി വരുന്ന കപ്പട മീശയും കുടവയറുമുള്ള മാവേലി തമ്പുരാനെ മതിയേ. ചരിത്രം തിരുത്തുന്നത് പോലെ ഐതിഹ്യം കൂടി തിരുത്താൻ ഇറങ്ങണ്ട. ഉത്രാടം എല്ലാം വാങ്ങിക്കൂട്ടി ഓണമൊരുക്കാനുള്ള പാച്ചിലിൻ്റെ ദിനം കൂടിയാണ്. ഓണദിനത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ മദ്യശാലകളിൽ മദ്യം കിട്ടുമെങ്കിലും ഇവിടെയും ഉത്രാടപ്പാച്ചിലായിരുന്നു. പക്ഷേ മദ്യത്തിനു പകരം പാൽപ്പായസം കിട്ടിയാൽ മതിയാകില്ല. ഓണദിനത്തിൽ ഔട്ട്ലെറ്റ് തുറക്കുന്നതിനെതിരെ യുവമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലാണ് മദ്യപർക്ക് പകരം പാൽപ്പായസം നൽകിയത്. പാൽപ്പായസം കഴിച്ചാൽ ഫിറ്റാവുമോ ചേട്ടന്മാരെ? ഓണത്തലേന്ന് മദ്യശാലയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധമെത്തിയതോടെ ബിവറേജസ് ഔട്ട്ലെറ്റിന് താൽക്കാലികമായി ഷട്ടർ വീണു. നമ്മൾ കുടിയന്മാരെന്നും സർക്കാർ ഉപഭോക്താക്കളെന്നും വിളിക്കുന്ന മദ്യപർ നിരാശരായി. കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. കുടിയന്മാരുടെ മാത്രമല്ല തങ്ങളെപ്പോലുള്ളവരുടെ കൂടി കഞ്ഞുകുടി മുട്ടിക്കരുതെന്ന അഭ്യർത്ഥനയുമായി ലോട്ടറി വിൽപ്പനക്കാരി. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. മന്ത്രിമാർക്കൊക്കെ ഇങ്ങനെ മാറാൻ മാന്തണ്ടേ? അത് കഥനാവ് കാര്യമായി അഭിനന്ദി. എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചിത്തുരുമ്പ്. ഇവരെ നന്നാക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നതാണ്. ദൈവം തമ്പരാൻ പറ്റില്ല. അവരവർ സ്വയം നന്നായി മാത്രം നമുക്ക് ആർക്കും പറ്റില്ല. ഉമ്മൻചാണ്ടിയും VM സുധീരനും കൂടി വിചാരിച്ചിട്ടും ഇവരെ നന്നാക്കാനായില്ല. പിന്നെയല്ലേ നിങ്ങൾ യുവമോർച്ചക്കാർ? നമ്മുടെ സർക്കാർ, നമ്മുടെ പൈസ, നമ്മുടെ മദ്യം. നിങ്ങൾക്കെന്താ യുവമോർച്ചക്കാരെ? അരി വാങ്ങിയില്ലെങ്കിലും മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന കുടിയന്മാരുടെ നിരാശ പ്രതിഷേധത്തിന് വഴിമാറി. വൈകിട്ടെന്താ പരിപാടി? പ്രതിഷേധക്കാർ പോയതോടെ ഷട്ടർ വീണ്ടും ഉയർന്നു. അച്ചടക്കത്തിന്റെ നിര രൂപം കൊണ്ടു. പതിവ് പോലെ മുൻ മന്ത്രിമാരായ കെ ബാബുവിനും KM മാണിക്കും തെറി അഭിഷേകം.
കാലത്ത് ജീവിക്കാൻ പറ്റൂല. ബാറ് കിട്ടിയോണ്ട് ബാബുവിന്റെ വീട് ഇപ്പൊ റെയ്ഡാണ്. അത് ആലോചിക്കാതെ ഇത് നമുക്ക് വേണം. ഈ സാധനം ഒരു പരിപാടി നടത്തൂല. ഇപ്പൊ ബാബു അറസ്റ്റായില്ലേ? മാണി ഇതെല്ലാവരും ശരി. ഈ സാധനം നിർത്തിക്കാൻ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല, ഒരു കാലത്തും പറ്റൂല. ഉള്ള കാര്യം പറയാം. ബാറ് നിർത്തി ഈ ബിവറേജ് ഇപ്പൊ ഇങ്ങനെ പൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജനങ്ങൾ എന്ത് ചെയ്യും? രാവിലെ കൈയും കാലും പറക്കുന്നവർ എന്ത് ചെയ്യും? നിങ്ങൾ പത്രക്കാരെ പറ. ബ്ലഡ് ആൻഡ് ജോയ്സ് 1/2 ലിറ്റർ 300 രൂപക്ക് മേടിച്ചത് അടിക്കാൻ പോണത്. ഉള്ള കാര്യം പറയാം. അത് ജനങ്ങളുടെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ ഇത് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരു കാലത്തും കാര്യം ഇതാവില്ല. ജനങ്ങൾക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വേണം, ബാറും വേണം. ഈ ബാറ് കൂട്ടി ബാബു കൈക്കൂലി മേടിച്ച് ബാബുവിന്റെ വീട്ടിൽ റെയ്ഡ്. എന്താണ് നിങ്ങൾ ചെയ്യണത്? നിങ്ങൾക്ക് അതിനൊന്നും പറയല്ലേ? അല്ലാണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ ഇത്ര ഇത് കൂട്ടിക്കാൻ എത്ര ജനങ്ങൾ ഇതാവും? അത് നിങ്ങൾ ചിന്തിക്കും. മുൻ മന്ത്രിയെ തെറിവിളിച്ച് നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓണം ഇത്തവണ എങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്ക് ലോക്കറും ബാങ്ക് അക്കൗണ്ടും വിജിലൻസുകാർ പൂട്ടി സീൽ വെച്ചു. വീട്ടിൽ പച്ചക്കറി വാങ്ങാൻ വെച്ചിരുന്ന 1.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ഇനി എന്തോന്നെടുത്ത് ഉണ്ണും? കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് വെച്ചാൽ അതെല്ലാം ബിനാമികളുടെ കയ്യിലും. ശരിക്കും ഉത്രാടപ്പാച്ചിൽ തന്നെ. ഇടവേളയാണ്. എള്ളോളമില്ല PC ജോർജിന് പൊളിവചനം. കരിങ്കോഴക്കൽ ജയിൽ. എത്ര സന്തോഷം.